നമഃശിവായ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. ഒരു ധനികൻ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ വലിയൊരു സംഖ്യ സംഭാവനയായി നൽകി. പൂജാരി അതിന് ധനികനോട് നന്ദി പറയുകയോ അയാളെ പ്രശംസിക്കുകയോ ചെയ്തില്ല. ഇത്ര വലിയ തുക ഇതിനു മുമ്പ് മറ്റാരും അവിടെ സംഭാവന ചെയ്തിട്ടുണ്ടാവില്ലെന്നും മറ്റും ധനികൻ പറഞ്ഞു തുടങ്ങി. കുറേ നേരം അയാളുടെ ആത്മപ്രശംസ കേട്ട് പൂജാരി നിശബ്ദനായിരുന്നു. എന്നിട്ടും നിർത്താൻ ഭാവമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനിത്രയൊക്കെ പറയണം? ഈ സംഭാവനയ്ക്കു ഞാൻ നിങ്ങളോട് നന്ദി പറയണമെന്നാണോ കരുതുന്നത്? എന്താ ഇത്ര വലിയ ദാനം നൽകിയാൽ ഒരു നന്ദിവാക്കെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ധനികൻ ചോദിച്ചു. പൂജാരി പറഞ്ഞു, ഈ തുക ഇവിടെ സ്വീകരിച്ചതിന് നിങ്ങളാണ് നന്ദി പറയേണ്ടത്. ഈശ്വരന്റെ ധനം നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചെറിയൊരംശം മാത്രമാണിത്. അഹംഭാവമില്ലാതെ ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈശ്വര കൃപയ്ക്ക് പാത്രമാകൂ. ഈശ്വരനെയും ഭക്തരെയും സേവിക്കാൻ ഒരവസരം ലഭിച്ചതിന് നിങ്ങൾക്ക് നന്ദിയുണ്ടാകണം. അതിന് കഴിയില്ലെങ്കിൽ ഈ പണം മടക്കിക്കൊണ്ടു പോകുന്നതാണ് നല്ലത്. വാസ്തവത്തിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം ഈശ്വരൻ്റേതാണ്. സേവനം ചെയ്യാനുള്ള കഴിവും അവസരവും തന്നതിന് നമ്മൾ അവിടത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ശരീര മനോബുദ്ധികൾ പോലും അവിടുത്തെ ദാനമാണെന്ന് ബോധിച്ചാൽ പിന്നെ അഹന്തയും സ്വാർത്ഥതയും ഉണ്ടാവില്ല. അഹന്ത ഒഴിയുമ്പോൾ നമ്മൾ ഈശ്വര കൃപയ്ക്ക് പാത്രമാകും. ഹരി ഓം നമഃ ശിവായ.